ഒരുപാട് മാറി. വല്ലാതെ വയസ്സായി പോയതുപോലെ. എന്താ നിനക്ക് പറ്റിയേ? ഒന്നുമില്ല. കാണാതിരുന്ന് കണ്ടപ്പോ നിനക്ക് അങ്ങനെയൊക്കെ തോന്നിയതാ. നിനക്ക് സുഖാണോ? പറ, കേക്കട്ടെ നിന്റെ വിശേഷങ്ങളൊക്കെ. മാധവേട്ടനെ കൂടി കൂട്ടാത്തതെന്താ? എന്താ ചന്ദ്രിയെ? വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങിയ ഒത്തിരി പറയാനുണ്ട്. വയസ്സുകാലത്ത് എന്നെയും മാധവേട്ടനെയും മക്കള് വിഹിതം വെച്ചെടുത്തിരിക്കുക. മനസ്സിലായില്ല. രണ്ടാൺമക്കൾ എന്നെയും മാധവേട്ടനെയും പകത്തെടുത്തുന്ന്. മാധവേട്ടൻ എന്ന ഭാരം മൂത്തമ്മൻ പ്രകാശും, ചന്ദ്രിക എന്ന ഭാരം ഇളയവൻ മനോജും ചുമക്കുന്നു. ചന്ദ്രിക, എന്റെ മാധവേട്ടന്റെ ശരീരം അവർക്ക് പിരിക്കാൻ പറ്റും, പക്ഷെ മനസ്സ് പിരിക്കാൻ കഴിയില്ലല്ലോ. നിന്നെ കാണാനായി ഹരിതയുടെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞപ്പോഴേ എന്തോ പന്തികേടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് ഇത്രത്തോളം വലുതാണെന്ന് കരുതിയില്ല. അമ്മയുടെ സംരക്ഷണം ഏറ്റെടുത്ത മനോജിന്റെ വീട്ടിൽ നീ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളൊക്കെ നിന്റെ ഈ കോലം കാണുമ്പോ മുഖത്തുനിന്ന് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഊർമിളെ, വേണ്ട, എന്നോടൊന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. ജോലിയും കൂലിയും ഇല്ലാത്ത മനോജിന്റെ അടുത്തേക്ക് ഒളിച്ചോടി വന്ന ഹരിതയ്ക്ക് അന്യമൂട്ടിയവരാ നീയും മാധവേട്ടനും. നീയോ മാധവേട്ടനോ ഇന്നുവരെ കളിയായിട്ട് പോലും അവളെ വേദനിപ്പിച്ചിട്ടില്ല. അതൊക്കെ അവള് മറന്നു കാണും, അല്ലേ? അതിലെനിക്ക് പരാതിയൊന്നുമില്ല ഊർമിളെ. നിറം മങ്ങിയ ഇലകളെ മരങ്ങൾ പോലും ഉപേക്ഷിക്കുന്നില്ലേ? പിന്നെയാണോ ഇത്? പക്ഷെ ഒരടുക്കളക്കാരിയോട് തോന്നുന്ന അനുകമ്പയെങ്കിലും. നീ വിഷമിക്കാതെ, എല്ലാം ശരിയാകും. ശരിയാകാതെ എവിടെ പോവാനാ?